നമസ്കാരം. ന്യൂസ് ഈവനിങ്ങിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായത്തെ തകർക്കാൻ ആസൂത്രിത ശ്രമമെന്ന മാർ ആൻഡ്രൂസ് താഴത്ത്. ക്രിസ്ത്യൻ കോളേജുകളിലും ആശുപത്രികളിലും നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പരാമർശം തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സമ്മേളനത്തിൽ. സ്ത്രീകൾ ഇന്നും ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇവ പരിഹരിച്ച് മുന്നേറാൻ കഴിയണമെന്നും പാലക്കാട് ജില്ലാ കലക്ടർ ജി പ്രിയങ്ക. കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിൽ വലിയ പങ്കുവഹിക്കാൻ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. വനിതാ ദിനത്തോടനുബന്ധിച്ച് നാടെങ്ങും വിപുലമായ പരിപാടികൾ. ജില്ലാതല ഉദ്ഘാടനം ഷൊർണൂരിൽ. പാലക്കാട്ട് മഹിളാ കോൺഗ്രസിന്റെ നൂൺ വാക്ക്. വനിതകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ പരിഹരിക്കാനോ കേരള സർക്കാരിന് താൽപര്യമില്ലെന്ന് BJP സംസ്ഥാന പ്രഭാരി അപരാജിത സാരംഗി MP. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച BJP. പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ മാർച്ച്. ഒറ്റപ്പാലത്ത് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ധർണ. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് വീട് കുത്തിത്തുറന്ന് കവർച്ച. സ്വർണവും പണവും കവർന്നു. കവർച്ച നടന്നത് ഭാരതപ്പുഴ റോഡിൽ മണ്ണുംപടിക്കൽ ജാഫർ അലിയുടെ വീട്ടിൽ. ചിനക്കത്തൂർ പൂരം വെടിക്കെട്ടിന് ഹൈക്കോടതിയുടെ അനുമതി. ഏഴുദേശം കോർഡിനേഷൻ കമ്മിറ്റി കോടതിയെ സമീപിച്ചത് ജില്ലാ ഭരണകൂടം അപേക്ഷ തള്ളിയതിനെ തുടർന്ന്. പൂര ദിവസം രാത്രി 8-ന് പടിഞ്ഞാറൻ ചേരിയുടെയും 9:30-ന് തെക്കുമംഗലം ദേശത്തിന്റെയും 13-ന് രാവിലെ ഏഴുദേശം കോർഡിനേഷൻ കമ്മിറ്റിയുടെയും വെടിക്കെട്ട് നടക്കുമെന്ന് ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായത്തെ തകർക്കാൻ ആസൂത്രിത ശ്രമമെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. ക്രിസ്ത്യൻ കോളേജുകളിലും ആശുപത്രികളിലും നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സമ്മേളനത്തിലാണ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ പരാമർശം. സമുദായത്തെ വിഭജിപ്പിച്ച് നശിപ്പിക്കാനാണ് ആസൂത്രിത ശ്രമം നടക്കുന്നതെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് ആരോപിച്ചു. സമരങ്ങൾക്ക് പിന്നിൽ സമുദായത്തെ നശിപ്പിക്കാനുള്ള ശക്തികളുണ്ട്. നീക്കത്തിനെതിരെ ഒരുമിച്ച് നിൽക്കണം. എല്ലാ സർക്കാർ സംവിധാനങ്ങളിലും കത്തോലിക്കർ വേണം. രാഷ്ട്രീയ രംഗത്തേക്ക് സാമുദായിക അംഗങ്ങൾ എത്തുന്നില്ലെന്നും ആൻഡ്രൂസ് താഴത്ത് ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് ക്രൈസ്തവർ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്ര നിർമ്മിതിക്ക് ക്രൈസ്തവർ നൽകിയ സംഭാവനകൾ വിസ്മരിക്കപ്പെടുകയാണ്. ഈ സമുദായത്തെ വിഭജിച്ച് രണ്ടാക്കി നശിപ്പിക്കുക. വിഭജിക്കാൻ എങ്ങനെ? ഇന്ന് നമ്മുടെ സമുദായത്തിൽ കാണുന്ന ആരാധനാക്രമത്തിന്റെ പേരിലാണെങ്കിൽ പോലും ഇതിൽ കാണുന്ന സമരത്തിന്റെ പിന്നിൽ നമ്മുടെ സമുദായത്തെ നശിപ്പിക്കാനുള്ള ശക്തികൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് രണ്ടു കൂട്ടരെയും ഒരുമിച്ച് പ്രോത്സാഹിപ്പിച്ച് നമ്മെ തല്ലിക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കട്ടെ. നമ്മെ നശിപ്പിക്കാൻ, നമ്മുടെ ഈ സമുദായത്തെ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരുമിച്ച് സമുദായ ബോധത്തെ മതസൗഹാർദ്ദത്തിന് വേണ്ടി നിൽക്കുന്ന, നമ്മൾ മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ നിൽക്കുന്ന സമുദായമാണ്. അങ്ങനെ തന്നെ തുടരുകയും വേണം. എങ്കിലും നമ്മുടെ സമുദായ അംഗങ്ങളെ, നമ്മുടെ മക്കളെ സ്വന്തം കാലിൽ നിർത്താനായിട്ട് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു മനോഭാവമെങ്കിലും ഈ രൂപതകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങൾ, നിങ്ങളാണ് നേതൃത്വം കൊടുക്കുന്നത്, നമ്മളാണ് നേതൃത്വം കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ സമുദായത്തിന് വേണ്ടി ഒപ്പം രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നല്ല നേതാക്കന്മാരുണ്ടാകണം, നല്ല ബ്യൂറോക്രാറ്റ്സ് ഉണ്ടാകണം. രാജ്യത്ത് സിറിയൻ കാത്തലിക്സ് അതിവേഗം ഇല്ലാതാകുന്നുണ്ട്. പെൺകുട്ടികൾ വിവാഹം വേണ്ടെന്ന് പറയുന്നു. പുതുതലമുറ സൃഷ്ടിക്കപ്പെടുന്നില്ല. പലരും നാടുവിടുന്ന സാഹചര്യമാണ്. യുവാക്കൾ അന്യരാജ്യത്ത് ലഹരിക്ക് അടിമപ്പെടുന്നു. അതിവേഗം ഇല്ലാതാകുന്ന രണ്ടാമത്തെ സമുദായമായി കാത്തലിക്സ് മാറിയെന്നും ഈ സ്ഥിതിക്ക് മാറ്റം വരണമെന്നും തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്ത്രീകൾ ഇന്നും ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇവ പരിഹരിച്ച് മുന്നേറാൻ കഴിയണമെന്നും ജില്ലാ കലക്ടർ ജി പ്രിയങ്ക IAS. കേരളത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനം സ്ത്രീകൾക്കിടയിൽ വലിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഷൊർണൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കലക്ടർ. സ്ത്രീ ശാക്തീകരണം കൂടുതൽ കരുത്താർജിക്കേണ്ടതുണ്ടെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു. സ്ത്രീ സുരക്ഷ വേണ്ട രീതിയിൽ കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. സ്ത്രീകൾ ഇന്നും ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇവ പരിഹരിച്ച് മുന്നേറാൻ സ്ത്രീ സമൂഹത്തിന് സാധിക്കണം. ഒട്ടേറെ നേട്ടങ്ങൾ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് അഭിനന്ദനാർഹമാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു.
കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച ഏറെ മുന്നോട്ട് പോയിട്ടുണ്ടെന്നും കളക്ടർ സൂചിപ്പിച്ചു. ഏത് വിഷയമായാലും സ്ത്രീകളെടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് ഏറ്റവും വലുത്. പല പ്രതിസന്ധികളും ഉണ്ടാകാം. എന്നിരുന്നാലും സ്ത്രീകൾ കൂടുതൽ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിയണമെന്നും കളക്ടർ പറഞ്ഞു. പാലക്കാട് കുടുംബശ്രീ ജില്ലാ മിഷനും ഷൊർണൂർ നഗരസഭാ കുടുംബശ്രീയും സംയുക്തമായി ഷൊർണൂർ വികാസ് ഓഡിറ്റോറിയത്തിലാണ് അന്താരാഷ്ട്ര വനിതാ ദിനാചരണ ജില്ലാതല പരിപാടി സംഘടിപ്പിച്ചത്. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷനായി. സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിച്ച് മുന്നേറാൻ കഴിയണമെന്ന് ചെയർമാൻ സൂചിപ്പിച്ചു. ലഹരിക്കെതിരെ ചെറുത്തുനിൽപ്പ് ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KK ചന്ദ്രദാസ് മുഖ്യാതിഥിയായിരുന്നു. കേരളത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച ഏറെ അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൗൺസിലർ KM ലക്ഷ്മണൻ, SG മുകുന്ദൻ, VC സിന്ധു, PS രാജേഷ്, PP മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഓപ്പൺ ചർച്ചയിൽ അഡ്വക്കേറ്റ് PM ജയ, ഡോക്ടർ ലത ബിജു, ഷൊർണൂർ DYSP മനോജ് കുമാർ, വിമുക്തി കോർഡിനേറ്റർ C ആരതി, സാമൂഹ്യ പ്രവർത്തക V പ്രസീത എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ 100 കണക്കിന് കുടുംബശ്രീകൾ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. വനിതകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ പരിഹരിക്കാനോ കേരള സർക്കാരിന് താൽപ്പര്യമില്ലെന്ന് BJP സംസ്ഥാന പ്രഭാരി അപരാജിത സാരംഗി MP. ആശാവർക്കർമാരുടെ സമരത്തെ പിന്തുണച്ച് പാലക്കാട്ട് BJP നടത്തിയ ഐക്യദാർഢ്യ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അപരാജിത സാരംഗി. My dear sisters, today we are sitting here to talk about the ASHA workers. Across the state of Kerala, there is a lot of discontentment and anger among the ASHA workers who are our dear sisters. Today also, many of the ASHA workers are here and they have been demonstrating against the government of Kerala for the past 27 days. Today is International Women's Day. Everywhere in the state of Odisha, all the ASHA workers are everywhere protesting against the government. There is sadness on their faces. And I have come here as the co-in charge of the Kerala Bharatiya Janata Party to tell all of you that the Bharatiya Janata Party in Kerala is very much with the ASHA workers. We want all the grievances of ASHA workers to be alleviated, to be solved. കേരളത്തിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അപരാജിത സാരംഗി MP പറഞ്ഞു. വനിതകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും പരിഹരിക്കാനും കേരള സർക്കാരിന് താൽപ്പര്യമില്ല. കേന്ദ്ര സർക്കാർ ഏതെല്ലാം കാര്യങ്ങൾക്ക് ഓരോ സർക്കാരുകൾക്കും എത്ര പണം കൊടുത്തു എന്നത് രഹസ്യമല്ല. രേഖകൾ സഹിതം എല്ലാ വിശദാംശങ്ങളും മന്ത്രാലയങ്ങൾക്ക് കീഴിലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണെന്നും അപരാജിത സാരംഗി പറഞ്ഞു. I represent Bhubaneswar parliamentary constituency in the Lok Sabha for the second time. But in the Lok Sabha when I sit, I must tell you, there is nobody to talk about the issues of Kerala, the women, the men and all the problems that all of you are facing, except Suresh Gopiji, who is a minister, who cannot stand up and speak in the Lok Sabha. Since he is a minister, there is nobody to talk for Kerala. BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ, N ശിവരാജൻ, പ്രമീള ശശിധരൻ, KM ബിന്ദു, പ്രിയ അജയൻ, V ഉണ്ണികൃഷ്ണൻ, സുമലത മുരളി, ഓമനക്കുട്ടൻ എന്നിവർ പ്രസംഗിച്ചു. BJP ഓഫീസ് പരിസരത്തു നിന്ന് ആരംഭിച്ച ഐക്യദാർഢ്യ റാലി അഞ്ചുവിളക്കിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പിണറായി സർക്കാരിനും CPM-നും ഏത് മാർഗത്തിലൂടെയും പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യം മാത്രമാണുള്ളതെന്ന്
BJP സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ. ആശാപ്രവർത്തകരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ഒറ്റപ്പാലം അർബൻ ബാങ്കിലെ മുക്കുപണ്ട തട്ടിപ്പിനെതിരെയും BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഒറ്റപ്പാലത്ത് സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പന്തളം പ്രതാപൻ. ജീവിക്കാൻ വഴി തേടി കഠിനാധ്വാനം ചെയ്യുന്ന ആശാപ്രവർത്തകരെ അവഗണിച്ച് PSC ചെയർമാനും അംഗങ്ങൾക്കും ലക്ഷങ്ങൾ വാരിക്കോരി കൊടുക്കാൻ ഇടതു സർക്കാർ കാണിച്ച ധാർഷ്ട്യത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്നും പന്തളം പ്രതാപൻ പറഞ്ഞു. ഭരണമേധാവിത്വമുള്ള സഹകരണ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുകയാണ് CPM ചെയ്യുന്നത്. നിക്ഷേപകരുടെ സമ്പാദ്യം ഇത്തരം ബാങ്കുകളിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒറ്റപ്പാലം അർബൻ ബാങ്കിൽ നടന്ന 50 ലക്ഷം രൂപയുടെ തട്ടിപ്പ് പുറത്തുവന്നത് CPMനുള്ളിലെ കലഹങ്ങൾ മൂലമാണ്. ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലും CPM നേതൃത്വത്തിലുള്ള ബാങ്കുകളിലെല്ലാം മുക്കുപണ്ട പണയ തട്ടിപ്പും വായ്പാ തട്ടിപ്പുകളും നടന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് വിദഗ്ധ ഏജൻസി അന്വേഷണം നടത്തണമെന്നും പന്തളം പ്രതാപൻ ആവശ്യപ്പെട്ടു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ രാജ്യത്ത് സമരത്തിൽ കൂടി ശക്തരായി അധികാരത്തിൽ വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. ആ CPM സമരത്തിന് അനുകൂലമായ നിലപാടെടുക്കുന്നില്ല എന്നുള്ളത് പോകട്ടെ, അത് രാഷ്ട്രീയമായി നമുക്കതിനെ കാണാം. പക്ഷേ സമരം ചെയ്യുന്ന നമ്മുടെ സഹോദരിമാരെ വളരെ മോശമായ ഭാഷയിൽ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് തിരുവനന്തപുരത്തെ സമരം മാറിയ സാഹചര്യം ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ മീഡിയയിൽ പോയി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമരത്തിന്റെ ന്യായത്തെ ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റും സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിനെ നയിക്കുന്ന വീണ ജോർജും നടത്തുന്ന ചെപ്പടി വിദ്യകൾ ഓരോന്നായി പൊളിഞ്ഞു വീഴുന്ന ദയനീയമായ രാഷ്ട്രീയ അവസ്ഥയാണ് കേരളത്തിലുള്ളത്. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. BJP മധ്യമേഖലാ സെക്രട്ടറി T. ശങ്കരൻകുട്ടി, ജില്ലാ ഭാരവാഹികളായ KV ജയൻ, MP സതീഷ് കുമാർ, CS ദാസ്, B. മനോജ്, ST മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി K. പ്രമോദ് കുമാർ, യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് EP നന്ദകുമാർ, C. സുമേഷ്, സിനി മനോജ്, P. സത്യഭാമ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ലഹരി വിരുദ്ധ കേരളത്തിനായി മഹിളാ കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി നൂൺ വാക്ക് സംഘടിപ്പിച്ചു. കോട്ടമൈതാനത്ത് നിന്ന് ആരംഭിച്ച നൂൺ വാക്ക് മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സ്ത്രീകളാണ് മുന്നിട്ടിറങ്ങേണ്ടതെന്ന് രമ്യ ഹരിദാസ് പറഞ്ഞു. ആ ദൗത്യമാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്നത്. ലഹരിയുടെ ഉറവിടം കണ്ടെത്തുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമാണ്. സംസ്ഥാന സർക്കാർ നടപടി ദുർബലമായതുകൊണ്ടാണ് ലഹരിയുടെ ഉപയോഗം വ്യാപിക്കുന്നതെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. നടപടിയെടുക്കേണ്ട എക്സൈസ് വകുപ്പ് കേവലം നോക്കുകുത്തിയാണ്. ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് പാലക്കാട് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ സമരത്തിന് തുടക്കം കുറിക്കുന്നത്. എൻ്റെ വാക്കുകൾ കേൾക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും സമൂഹത്തിന്റെയും പിന്തുണ മഹിളാ കോൺഗ്രസിനോടൊപ്പം ഈ നാടിനെ തെറ്റായ ദിശയിൽ നിന്ന് നേർവഴിക്ക് നയിക്കുവാൻ, ലഹരിയെ തടഞ്ഞു നിർത്തുന്നതിന്, അക്രമത്തിന് തടയിടുന്നതിന് വേണ്ടി നിങ്ങളുടെയൊക്കെ പിന്തുണ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. ഇന്ന് ലോക വനിതാ ദിനമാണ്. ഈ വനിതാ ദിനത്തിൽ മാത്രം ആദരിക്കപ്പെടേണ്ടവളല്ല സ്ത്രീ. എല്ലാ ദിവസങ്ങളിലും ഏത് ഇടങ്ങളിലാണോ സ്ത്രീ എത്തപ്പെടുന്നത് ആ ഇടങ്ങളിൽ എന്നും ആദരിക്കപ്പെടേണ്ടവളാണ് സ്ത്രീ എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മഹിളാ കോൺഗ്രസ് വനിതാ ദിനാഘോഷ പരിപാടികൾക്ക് കൂടി നേതൃത്വം കൊടുക്കുകയാണ്. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഉച്ചനടത്തം 5 വിളക്കിന് മുന്നിൽ സമാപിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ PP പാഞ്ചാലി, TD ഗീത ശിവദാസ്, രമ രവീന്ദ്രൻ, പ്രേമ രാജേന്ദ്രൻ, സുജാത സ്വാമിനാഥൻ, പ്രീജ സുമേഷ്, M രമ, കോമളം, സത്യഭാമ, KV പാർവതി, M അനിത, പ്രതിഭ, ഭാഗ്യലക്ഷ്മി, ലതാ വാളയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്നു. ഭാരതപ്പുഴ റോഡിൽ മണ്ണമ്പടിക്കൽ ജാഫർ അലിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. 2 ഗ്രാമിന്റെ മോതിരവും 1500 രൂപയുമാണ് മോഷണം പോയത്. വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് കുടുംബം വീട് പൂട്ടി ആശുപത്രിയിൽ പോയ സമയത്താണ് മോഷണം നടന്നിരിക്കുന്നത്.
1:30 തിരിച്ചെത്തിയപ്പോഴാണ് മുൻവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ച നിലയിൽ കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബെഡ്റൂമിലെ അലമാരയിൽ സൂക്ഷിച്ച പണവും സ്വർണവും മോഷ്ടിക്കപ്പെട്ടതായി അറിയുന്നത്. അലമാരയിലെ സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ്. സംഭവത്തിൽ വീട്ടുടമയുടെ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തിരുവേഗപ്പുറയിൽ ഭിന്നശേഷിക്കാർക്കായി ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ സ്ഥാപിക്കാൻ പഞ്ചായത്ത് ബജറ്റിൽ നിർദ്ദേശം. കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികൾക്കും PHCയുടെ ആധുനികവൽക്കരണത്തിനും പ്രധാന പരിഗണന നൽകി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് കാഞ്ചന രാഗേഷാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ സ്ഥാപിക്കാൻ 20 ലക്ഷം രൂപയാണ് ബജറ്റിൽ തുക വകയിരുത്തിയിരിക്കുന്നത്. പദ്ധതിയുടെ സർവേ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അടുത്ത ജൂണിൽ തന്നെ വാടക കെട്ടിടത്തിൽ സെന്റർ തുടങ്ങാനും 1 വർഷത്തിനകം സ്വന്തം കെട്ടിടം കണ്ടെത്തി നിർമ്മിക്കാനും വൈസ് പ്രസിഡന്റ് കാഞ്ചന രാഗേഷ് അവതരിപ്പിച്ച ബജറ്റിൽ നിർദ്ദേശിക്കുന്നു. ഭിന്നശേഷി ഉല്ലാസയാത്രയ്ക്ക് 2 ലക്ഷം രൂപയും കലാമേളയ്ക്ക് 1 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കൂടുതൽ ഭിന്നശേഷി സൗഹൃദ പദ്ധതികൾ, സ്കോളർഷിപ്പ് എന്നിവയ്ക്ക് 25 ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട്. ഫോക്ലോർ പാർക്ക് പുനർനിർമ്മിച്ച് തുറന്നു കൊടുക്കുമെന്നും കുട്ടികൾക്ക് ചെമ്പറയിൽ നിർമ്മാണത്തിലുള്ള പാർക്ക് പൂർത്തിയാക്കുമെന്നും നരിപ്പറമ്പ് ഗവൺമെൻറ് UP സ്കൂളിൽ നിർമ്മിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയം പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങൾക്കും ഉപയോഗിക്കാവുന്ന മൾട്ടി പർപ്പസ് സ്റ്റേഡിയമായി ഉയർത്തുമെന്നുമാണ് മറ്റു സുപ്രധാന പ്രഖ്യാപനങ്ങൾ. വനിതകൾക്ക് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് സെൻ്ററിന് 15 ലക്ഷവും മുതിർന്ന പൗരന്മാർക്ക് വികസനക്ഷേമത്തിനായി 10 ലക്ഷവും സ്മാർട്ട് അംഗൻവാടിക്ക് 10 ലക്ഷവും ഹരിതകർമ്മ സേനയ്ക്ക് വാഹനം വാങ്ങാൻ 15 ലക്ഷവും വകയിരുത്തിയിട്ടുണ്ട്. വിളത്തൂർ ALP സ്കൂൾ മാഞ്ഞാമ്പ്ര റോഡ് പാലം പുനർനിർമ്മാണം, PHCയുടെ ആധുനികവൽക്കരണം, കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികൾ തുടങ്ങുന്നതിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. 35,69,16,146 രൂപ വരവും 34,78,20,000 രൂപ ചെലവും 90,96,146 രൂപ മിച്ചവും കാണിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചിനക്കത്തൂർ പൂരം വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതി ലഭിച്ചതായി ഏഴുദേശം കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൂര ദിവസമായ 12-ന് രാത്രി 8-ന് പടിഞ്ഞാറൻചേരിയും 9:30-ന് തെക്കുമംഗലം ദേശവും വെടിക്കെട്ട് നടത്തും. 13-ന് രാവിലെ 8 മണിക്കാണ് ഏഴുദേശം കോർഡിനേഷൻ കമ്മിറ്റിയുടെ വെടിക്കെട്ട്. പൂരത്തിന് വെടിക്കെട്ട് നടത്തുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടത്തെ സമീപിക്കുകയും അവർ നിരസിച്ചതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചു. അതേ തുടർന്ന് നമുക്ക് വെടിക്കെട്ടിന് അനുമതി ലഭിച്ചിട്ടുണ്ട് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. കമ്മിറ്റിയുടെ അപേക്ഷ ജില്ലാ ഭരണകൂടം തള്ളിയതിനെ തുടർന്ന് കോർഡിനേഷൻ കമ്മിറ്റി കോടതിയെ സമീപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് അനുമതി ലഭിച്ചത്. പകൽ വൈകുന്നേരം 8 മണിക്ക് പടിഞ്ഞാറൻചേരിയുടെ വെടിക്കെട്ടും 9:30-ന് തെക്കുമംഗലം ദേശത്തിൻ്റെ വെടിക്കെട്ടുമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ പുലർച്ചെ ആനപ്പൂരം കഴിഞ്ഞതിന് ശേഷം 7 ദേശവും സംയുക്തമായിക്കൊണ്ട് വെടിക്കെട്ടും നടത്തുന്നു. ഇരു ചേരികളിലെയും ആനപ്പൂരങ്ങൾ വൈകിട്ട് 6:30-ന് പരസ്പരം നിന്ന് ഒരേ സമയം കുടമാറ്റം നടത്തും. ചിനക്കത്തൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി പകൽപൂരത്തിന് സമാപനം കിഴക്ക് പടിഞ്ഞാറ് ചേരികളിലെ 27 ആനകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പോടെ നടത്തും. പടിഞ്ഞാറൻചേരിയിൽ ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരും കിഴക്കൻചേരിയിൽ ചെറുശ്ശേരി കുട്ടന്മാരാരും പഴുവിൽ രഘുമാരാരും പാണ്ടിമേളത്തിന് നേതൃത്വം നൽകും. ഇരു ചേരികളിലും ആനപ്പൂരങ്ങൾ വൈകിട്ട് 6:30-ന് പരസ്പരം അഭിമുഖമായി നിന്ന് ഒരേ സമയം കുടമാറ്റം നടത്തും. ചിനക്കത്തൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി പകൽപൂരത്തിന് സമാപനം. കിഴക്ക് പടിഞ്ഞാറ് ചേരികളിലെ 27 ആനകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പും നടത്തും. ഏഴുദേശം കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ R. മണികണ്ഠൻ, ജോയിന്റ് കൺവീനർ AR. രാജേഷ്, പുത്തൻവീട്ടിൽ ശശിധരൻ, M. സുഭാഷ്, K. ഹരിദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഹയർ സെക്കൻഡറി ജൂനിയർ ടീച്ചേഴ്സ് ഫെഡറേഷൻ പാലക്കാട് ജില്ലാ കൺവെൻഷനും യാത്രയപ്പ് സമ്മേളനവും മാണിയംകുളം സഹ്യ റെജൻസിയിൽ നടന്നു. HDTF സംസ്ഥാന പ്രസിഡന്റ് സുനിൽ ആന്റണി ഉദ്ഘാടനം ചെയ്തു. 2-3 മാസം നമ്മൾ സ്കൂളിൽ വെച്ചിട്ട് NPS-ന്റെ ഒരു പണിമുടക്ക് സമരം നടന്നു. ഞാൻ NPS പെട്ട ആളല്ല, എങ്കിലും ഞാൻ പറഞ്ഞു എന്റെ സ്കൂളിൽ 7 പേരുണ്ട്, NPS ഉള്ള 7 അധ്യാപകരുണ്ട്.
ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ സ്ട്രൈക്ക് ചെയ്യാണ്. പക്ഷെ അന്ന് മോഡൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയിരുന്നു. ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് വൈകുന്നേരം 3:30 ആയപ്പോൾ വെറുതെ രജിസ്റ്റർ ബുക്ക് നോക്കി, 7 ഗ്രൂപ്പ് ഇരിക്കുന്നു. ആലോചിച്ച് അവർക്കൂടെ നടന്ന സമരത്തില് ഞാൻ അവർക്ക് അനുകൂലമായി നിൽക്കുകയും ഞാൻ നോക്കുന്ന സമയത്ത് ഒരാൾ പോലും ചെയ്തിട്ടില്ല, അതിൽ പങ്കെടുത്തിട്ടില്ല. ഇതാണ് ഹയർ സെക്കൻഡറിയിലെ അവസ്ഥ. ഇനി ജൂനിയേഴ്സിന്റെ ഹയർ സെക്കൻഡറിയിൽ ഏറ്റവും കുറവ് പ്രശ്നമുള്ളത് പ്രിൻസിപ്പലിനാണ്. അവിടെ പ്രശ്നമുണ്ട് കേട്ടോ. ഒരേ സമയത്ത് HST ജോയിൻ ചെയ്യുന്ന ആളാണ്. HSTക്കാരൻ പ്രിൻസിപ്പൽ ആവുന്നു, അതോടെ അയാൾ കഥ തീരുന്നു. മറ്റേ HSAക്കാരൻ ചെയ്യുന്നു, DD വരെയാവുന്നു. ജില്ലാ പ്രസിഡന്റ് ഷാജി താഴത്തുവീട് അധ്യക്ഷത വഹിച്ചു. സുനിൽ ആന്റണി, VV രാമകൃഷ്ണൻ, KS ശ്രീദേവി, പ്രകാശ് കോലേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. VV രാമകൃഷ്ണൻ മാസ്റ്റർ, KS ശ്രീദേവി, P സുബ്രഹ്മണ്യൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. ജില്ലാ സെക്രട്ടറി KK സുരേഷ് സ്വാഗതവും P സരിൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വിദ്യാഭ്യാസ ഓഫീസ് ജീവനക്കാരുടെ അറിവില്ലായ്മ മൂലം കേരളത്തിലെ ആയിരക്കണക്കിന് അധ്യാപകർക്ക് നിയമനാംഗീകാരം ലഭിക്കുന്നില്ലെന്ന് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് PS ശശികുമാർ. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് 2000-ഓളം കേസുകളാണ് ഹൈക്കോടതിയിലുള്ളതെന്നും ശശികുമാർ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. ഭിന്നശേഷിക്കാർക്കായി സംവരണം ചെയ്തതിൽ ഒഴികെയുള്ള നിയമനങ്ങൾക്ക് അംഗീകാരം നൽകണമെന്ന് PS ശശികുമാർ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് 2000-ഓളം കേസുകളാണ് ഹൈക്കോടതിയിലുള്ളത്. മാനദണ്ഡപ്രകാരം നിയമിച്ച അധ്യാപകർക്ക് നിയമനം ലഭിക്കാത്തത് വിദ്യാഭ്യാസ നിയമങ്ങളിലെ അജ്ഞത മൂലമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ ഓഫീസിലെ ജീവനക്കാർക്ക് KER, KSR എന്നിവ സംബന്ധിച്ച് പരിശീലനം നൽകണം. 8-9 വർഷമായി നിയമനം ലഭിക്കാതെ കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വാങ്ങിച്ചാലും നിയമനം ലഭിക്കാത്ത സ്ഥിതിയാണ്. അപ്പോയിന്റ്മെന്റ് രേഖകൾ സർക്കാരിലേക്ക് നൽകേണ്ട സമന്വയ സൈറ്റ് പോലും ഉദ്യോഗസ്ഥർ മാനേജർമാർക്ക് അനുവദിക്കാത്ത സ്ഥിതിയുണ്ട്. നിയമന ഉത്തരവ് ലഭിക്കാതെ ആത്മഹത്യ ചെയ്ത കോഴിക്കോട്ടെ അധ്യാപികയുടെ അവസ്ഥയിലാണ് കേരളത്തിലെ ആയിരക്കണക്കിന് അധ്യാപകർ. അധ്യാപകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാതെ സർക്കാർ പ്രശ്നപരിഹാരത്തിന് തയ്യാറാകണമെന്നും ശശികുമാർ ആവശ്യപ്പെട്ടു. ട്രെയിനിങ് ഒന്നുമില്ല, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർക്ക് 2 വർഷത്തെ ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് കൊടുക്കാതെ അവിടെ വരുമ്പോൾ അതാത് കാലങ്ങളിൽ ഇറങ്ങിയ സർക്കുലറുകളോ GO, KER വ്യക്തമായി അവർ മനസ്സിലാക്കാതെ വിദ്യാഭ്യാസ ഓഫീസിൽ വരുമ്പോൾ ഈ സൂപ്രണ്ട് പറയുന്നവർക്ക് കേൾക്കാൻ മടി തോന്നുന്നു, സെക്ഷൻ ക്ലർക്ക് പറയുന്നു അവർക്ക് കേൾക്കാൻ മടി തോന്നുന്നു. കാരണം അവർക്ക് അത് അറിവില്ലായ്മ കൊണ്ടാണ്. പത്രത്തിൽ വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഇടുന്ന ഉത്തരവുകളൊന്നും അവർക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഞങ്ങളുടെ വിദ്യാലയത്തിൽ, ഇപ്പോൾ ഇവരുടെ വിദ്യാലയത്തിൽ, പല വിദ്യാലയങ്ങളിൽ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നിരവധി നിയമനങ്ങൾ തടസ്സപ്പെട്ടിരുന്നു. 9 വർഷമായിട്ട് ഒരു അധ്യാപികയുടെ നിയമനം അംഗീകരിക്കപ്പെട്ടില്ല. 1 അല്ലെങ്കിൽ 2 അധ്യാപകരുടെ നിയമനം അംഗീകരിക്കപ്പെട്ടില്ല. ഈ നിയമനങ്ങൾ കൃത്യമായി കുട്ടികളുള്ളതും യാതൊരുവിധ തടസ്സങ്ങളില്ലാത്തതാണ്. സർക്കാർ ഉത്തരവുണ്ടായി, ആദ്യം സർക്കാർ ഉത്തരവിട്ട് നിയമനം നടക്കാൻ വേണ്ടിയിട്ട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അത് വീണ്ടും പല കാരണങ്ങൾ പറഞ്ഞ് മടക്കി വീണ്ടും സർക്കാർ 4-5 GO ആണ് ഒരു നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടായത്. ട്രഷറർ ഉമ്മർ ഫാറൂഖ്, അധ്യാപകരായ V ഡാലിയ, C ശ്രീജ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലഹരിവിരുദ്ധ മാരത്തണുമായി മണ്ണൂർ AUP സ്കൂൾ വിദ്യാർത്ഥികൾ. മണ്ണൂർ സെൻട്രലിൽ നിന്ന് ആരംഭിച്ച മാരത്തൺ 3 കിലോമീറ്റർ ദൂരം പിന്നിട്ട് പത്തിരിപ്പാല ടൗണിലാണ് സമാപിച്ചത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും മാരത്തണിൽ പങ്കെടുത്തു. പഞ്ചായത്ത് അംഗവും SMC ചെയർമാനുമായ VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെയുള്ള പ്രിയപ്പെട്ട അധ്യാപകർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഇത്രയും നേരത്തെ ഈ വിപത്തിനെതിരെ ശബ്ദിക്കാൻ ഞങ്ങളുണ്ട് എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന ഈ മഹത്തായ ഈ കൂട്ടയോട്ടത്തിന്, ഈ മാരത്തണിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. മണ്ണൂർ AUP സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ 250ഓളം പേർ പങ്കാളികളായി. റിട്ടയർഡ് SI ഷംസുദ്ദീൻ മണ്ണൂർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. സ്കൂൾ മാനേജർ PK സദാശിവൻ മാസ്റ്റർ, SMC ചെയർമാൻ VM അൻവർ സാദിഖ്, PTA പ്രസിഡന്റ് N ഗണേശ് എന്നിവർക്ക് പതാക കൈമാറി മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. പത്തിരിപ്പാല സെന്ററിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ലഹരിവിരുദ്ധ ഫ്ലാഷ് മോബ് ഒരുക്കി. P ഉമാദേവി, N ശ്രീലജ, P
PS സ്വാതി, V അഞ്ജു, സുനി, സബുറ, ചന്ദ്രിക, റഷീബ, S അജിത് കുമാർ, PS വിനീത്, MT ഷിഹാബുദ്ദീൻ, KN അമൽ ശങ്കർ, ജയേഷ്, VP ഇബ്രാഹിം, A ബീന, MPTA പ്രസിഡന്റ് ബിന്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന അധ്യാപിക TA ഷരീഫ സ്വാഗതവും KM അബ്ദുൽ ഹക്കീം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായത്തെ തകർക്കാൻ ആസൂത്രിത ശ്രമമെന്ന മാർ ആൻഡ്രൂസ് താഴത്ത്. ക്രിസ്ത്യൻ കോളേജുകളിലും ആശുപത്രികളിലും നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പരാമർശം തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സമ്മേളനത്തിൽ. സ്ത്രീകൾ ഇന്നും ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇവ പരിഹരിച്ച് മുന്നേറാൻ കഴിയണമെന്നും പാലക്കാട് ജില്ലാ കളക്ടർ G പ്രിയങ്ക. കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിൽ വലിയ പങ്കുവഹിക്കാൻ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. വനിതാ ദിനത്തോടനുബന്ധിച്ച് നാടെങ്ങും വിപുലമായ പരിപാടികൾ. ജില്ലാതല ഉദ്ഘാടനം ഷൊർണൂരിൽ. പാലക്കാട്ട് മഹിളാ കോൺഗ്രസിന്റെ ന്യൂൺ വാക്ക്. വനിതകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ പരിഹരിക്കാനോ കേരള സർക്കാരിന് താൽപര്യമില്ലെന്ന് BJP സംസ്ഥാന പ്രഭാരി അപരാജിത സാരംഗി MP. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച BJP. പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ മാർച്ച്. ഒറ്റപ്പാലത്ത് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ധർണ. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് വീട് കുത്തിത്തുറന്ന് കവർച്ച. സ്വർണവും പണവും കവർന്നു. കവർച്ച നടന്നത് ഭാരതപ്പുഴ റോഡിൽ മണ്ണുംപടിക്കൽ ജാഫർ അലിയുടെ വീട്ടിൽ. ചിനക്കത്തൂർ പൂരം വെടിക്കെട്ടിന് ഹൈക്കോടതിയുടെ അനുമതി. ഏഴുദേശം കോർഡിനേഷൻ കമ്മിറ്റി കോടതിയെ സമീപിച്ചത് ജില്ലാ ഭരണകൂടം അപേക്ഷ തള്ളിയതിനെ തുടർന്ന്. പൂര ദിവസം രാത്രി 8-ന് പടിഞ്ഞാറൻ ചേരിയുടെയും 9:30-ന് തെക്കുമംഗലം ദേശത്തിന്റെയും 13-ന് രാവിലെ 7 ദേശം കോർഡിനേഷൻ കമ്മിറ്റിയുടെയും വെടിക്കെട്ട് നടക്കുമെന്ന് ഭാരവാഹികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.